നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവസരം. കേരള സ്റ്റേറ്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആരോഗ്യ വകുപ്പിന് കീഴിൽ +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയിലേക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത്. ഇതിനപേക്ഷിക്കാനായിട്ട് ഏതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു യോഗ്യതകളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. കേരളത്തിലെ 8 ജില്ലകളിലേക്കാണ് ഈ തസ്തികയിൽ അവസരമുള്ളത്. 60,700 രൂപ വരെയുള്ള ശമ്പളമായി ലഭിക്കുന്ന ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്കുള്ള അപേക്ഷിക്കാനുള്ള അവസാന തീയതി, എങ്ങനെ അപേക്ഷിക്കാം, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കേരള PSC മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 4 ആണ്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആരോഗ്യ വകുപ്പിന് കീഴിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 629/2025 ആണ്. ശമ്പള സ്കെയിൽ 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. കേരളത്തിലെ 8 ജില്ലകളിലാണ് ഈ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലേക്കാണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള നിയമനം നടത്തുന്നത്. ഓരോ ജില്ലയിലേക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയായിരിക്കും നിയമനം. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ജനിച്ചവരായിരിക്കണം. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സിൽ ലഭിക്കുന്നതാണ്. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രീറ്റ്മെന്റ് ഓർഗനൈസേഷൻ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായി പറയുന്നത് സയൻസ് വിഷയത്തിലുള്ള ഹയർ സെക്കൻഡറി വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത മാത്രമാണ്. എക്സ്പീരിയൻസോ മറ്റു യോഗ്യതയോ ഇതിലേക്ക് ആവശ്യമില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം സ്റ്റേറ്റ് TB സെന്ററിൽ 6 മാസത്തെ പരിശീലനം നൽകുന്നതായിരിക്കുമെന്ന് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 4 ആണ്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് സെലക്ട് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷം യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള PSC നടത്തുന്ന +2 ലെവലിലേക്കുള്ള OMR എക്സാമിലൂടെ ആയിരിക്കും ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 4 മുമ്പായി തന്നെ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുക. നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസിയുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്